പ്രിയപ്പെട്ടവരെ, മാർത്തോമാ ശ്ലീഹായുടെ ധീരമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയായ ദുഗ്രാന തിരുനാൾ ആചരിക്കുകയാണല്ലോ നാം. തോമാ ശ്ലീഹായെക്കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ സുവിശേഷങ്ങളിൽ നാം കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മറുപേരാണ് ദീദിമോസ്. എന്തുകൊണ്ടാണ് തോമാ ശ്ലീഹായെ ദീദിമോസ് എന്ന് വിളിച്ചത്? അതിൻ്റെ ചരിത്രപരവും ആത്മീകവുമായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ എന്താണ്? എന്താണ് ദീദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം 11:16 20:24 21:2 ദീദിമോസ് എന്ന തോമസ് എന്നാണ് സുവിശേഷകൻ തോമായെ അവതരിപ്പിക്കുന്നത്. ബൈബിൾ ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തെയോമ എന്ന അറമായ ഭാഷയിൽ നിന്നാണ് തോമ എന്ന നാമം രൂപം കൊണ്ടത്. തെയോമ എന്ന അറമായ വാക്കിൻ്റെ അർത്ഥം ഇരട്ട, ട്വിൻ എന്നാണ്. ഇതിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് ദീദിമോസ് എന്നത്. സുവിശേഷകനായ യോഹന്നാൻ ഗ്രീക്ക് സംസാരിക്കുന്ന സഭകളിലേക്ക് സുവിശേഷം എഴുതിയതുകൊണ്ട് തന്നെ തെയോമയുടെ ഗ്രീക്ക് പരിഭാഷയായ ദീദിമോസ് എന്ന പദം കൂടി അദ്ദേഹം അർത്ഥവ്യക്തത വായനക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദീദിമോസ് എന്ന തോമസ് എന്ന സവിശേഷമായ ഒരു പരാമർശം തോമായെക്കുറിച്ച് നടത്തുന്നത്. ചരിത്രപരമായി പാരമ്പര്യങ്ങളിൽ തോമ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്നതിന് കാരണമായിട്ട് പറയുന്നത് തോമായ്ക്ക് ലിസിയ എന്ന പേരിൽ ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ തെയോമ അല്ലെങ്കിൽ ദീദിമോസ് എന്ന് പിന്നീട് വിളിക്കപ്പെട്ടത് എന്നാണ്. എന്നാൽ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട തോമായുടെ നടപടികൾ എന്ന അപ്രമാണിക ഗ്രന്ഥമാണ് മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായ അറിവ് നമുക്ക് നൽകുന്നത്. ആ ഗ്രന്ഥത്തിൻ്റെ വിവരണമനുസരിച്ച് ഈശോ മിശിഹായുമായുള്ള ബാഹ്യമായ രൂപസാദൃശ്യം കൊണ്ടാണ് ദീദിമോസ് എന്ന് തോമസിന് വിളിപ്പേര് ലഭിച്ചത്. തോമസ് യേശുവിനുമായി അപാരമായൊരു ബാഹ്യ രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു സംഭവം തോമായുടെ നടപടികൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. തോമസിനെ വിലയ്ക്ക് വാങ്ങിയ ഹാബാൻ എന്ന വ്യാപാരിയുമൊത്ത് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ആന്ത്രപ്പോളിസ് എന്ന ഒരു നഗരത്തിൽ അവർ എത്തുകയും ആ നഗരത്തിലെ രാജാവിൻ്റെ ഏക മകളുടെ വിവാഹ വിരുന്നിൽ അവർ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. വിവാഹത്തിൻ്റെ ഭൗതികമായ ആഘോഷങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന തോമസ് അവിടെ പ്രാർത്ഥനാ നിരതനായിരിക്കുന്നു. വിവാഹ സൽക്കാരങ്ങളുടെ അവസാനം രാജാവ് തോമസിനോട് വധൂവരന്മാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. തോമസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിച്ച് മണവറയിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. മണവറയിലെത്തുന്ന ഈ വധൂവരന്മാർ തങ്ങളെ ആശീർവദിച്ച് യാത്രയാക്കിയ ദൈവപുരുഷനെ മണവറയിൽ നിൽക്കുന്നതായി കാണുകയും അദ്ദേഹത്തോട് അത്ഭുതത്തോടെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നു, അല്ലയോ ദൈവപുരുഷ, അങ്ങ് എങ്ങനെയാണ് ഈ മണവറയ്ക്കുള്ളിൽ പ്രവേശിച്ചത്? എല്ലാവരും പുറത്തുപോയതാണല്ലോ. അപ്പോൾ ആ ദൈവപുരുഷൻ തോമായെപ്പോലെ അവർക്ക് തോന്നിയ ആൾ ചിരിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ തോമസ് അല്ല, അവൻ പ്രഘോഷിക്കുന്ന കർത്താവായ ഈശോ മിശിഹായാണ്. തോമായുടെ നടപടികൾ മിശിഹായുമായുള്ള തോമായുടെ ബാഹ്യ രൂപസാദൃശ്യത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ആ വിളിപ്പേരിനെ സാധൂകരിക്കുന്നത്. എന്നാൽ സഭാപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിലും വ്യാഖ്യാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ രൂപസാദൃശ്യത്തെ വിശ്വാസികളുമായുള്ള തോമായുടെ രൂപസാദൃശ്യത്തെ മുൻനിർത്തിയാണ് ദീദിമോസ് എന്ന പദത്തെ അവർ വ്യാഖ്യാനിക്കുന്നത്. സഭാപിതാവായ അപ്രയം ഇങ്ങനെ പറയുകയാണ്, യേശുവിൻ്റെ ആണിപ്പഴുതുകളിൽ തൊട്ടതിലൂടെ തോമ സഭയുടെ മൊത്തം വിശ്വാസത്തിൻ്റെ ഇരട്ടയായി മാറി. അപ്പോൾ ഒരു ആത്മീയമായ അർത്ഥത്തിലാണ് മാർ അപ്രയം ദീദിമോസ് എന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം മാർത്തോമായെ ഇങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, തോമായുടെ ഇരട്ട സ്വഭാവം എന്നത് ഒരേ സമയം മനുഷ്യ സഹജമായ ബലഹീനതയും എന്നാൽ കൃപയാൽ ലഭിച്ച ആ വലിയ ആത്മീയ ധീരതയും തമ്മിലുള്ള സംഘർഷത്തെ കാണിക്കുന്നു. അപ്പോൾ ആത്മീയമായ അർത്ഥത്തിൽ തോമ ഓരോ വിശ്വാസിയുടെയും ഇരട്ടയാണെന്ന് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാണാതെ വിശ്വസിക്കുന്ന നാമെല്ലാം ആത്മീയമായി തോമായുടെ ഇരട്ടകളാണ്. അവൻ്റെ വിരലുകൾ മിശിഹായുടെ മുറിവിൽ തൊട്ടപ്പോൾ ചരിത്രത്തിലുടനീളമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംശയങ്ങളാണ് ദൂരീകരിക്കപ്പെട്ടത്. തൻ്റെ യുക്തിചിന്തകളെയും സംശയങ്ങളെയും വിശ്വാസം കൊണ്ട് കീഴടക്കി ഒടുവിൽ ഭാരതം വരെ വന്ന രക്തസാക്ഷിത്വം വരിച്ച ശ്രേഷ്ഠനായ ശ്ലീഹ സന്ദേഹങ്ങളിലും ബലഹീനതകളിലും ദൈവത്തെ മുറുകെ പിടിച്ച എല്ലാ സാധാരണ മനുഷ്യരുടെയും ആത്മീയ ഇരട്ട തന്നെയാണ്.